എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിന്നും രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഫയർമാൻ, MTS ഡ്രൈവർ തുടങ്ങിയ ധാരാളം പോസ്റ്റുകളിലേക്ക് രണ്ട് നോട്ടിഫിക്കേഷൻസ് റിലീസ് ആയിട്ടുണ്ട്. ഒരു നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ദിവസമാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് വന്നിരിക്കുന്ന രണ്ട് നോട്ടിഫിക്കേഷൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഫയർമാൻ, MTS ഡ്രൈവർ തുടങ്ങിയ ധാരാളം തസ്തികകളുണ്ട്. ഇതിൽ ആദ്യത്തെ നോട്ടിഫിക്കേഷൻ ആണ്. എല്ലാവരും വീഡിയോ കംപ്ലീറ്റഡ് ആണ് കാണുക, കാരണം രണ്ട് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആദ്യം നോക്കുന്നത്. ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയതിനു ശേഷം രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഒന്നാമത്തെ 7 സെപ്റ്റംബർ മുതൽ 7 ഒക്ടോബർ വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ പോസ്റ്റ് സിവിലിയൻ മോട്ടോർ ഡ്രൈവർ ആണ്. SC കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് 10ാം ക്ലാസ്സും വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും 2 വർഷത്തെ എക്സ്പീരിയൻസും ആണ് ചോദിക്കുന്നത്. 18 മുതൽ 27 വയസ്സ് വരെയാണ് SC കാൻഡിഡേറ്റ്സിന്. 32 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തത് ഫോർക്ലിഫ്റ്റ് ഓപ്പറേറ്റർ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിന് അടിസ്ഥാന യോഗ്യത കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട്. 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്തത് ഷീറ്റ് മെറ്റൽ വർക്കർ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിന് അടിസ്ഥാന യോഗ്യത കൂടാതെ അപ്രന്റീസ്ഷിപ്പ് ചെയ്തവർക്ക് അപേക്ഷിക്കാം. അതല്ലെങ്കിൽ ITI ചെയ്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്തത് കാർപ്പൻറ്റർ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിന് അടിസ്ഥാന യോഗ്യത ഒന്നെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് അതല്ലെങ്കിൽ ITI ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 27 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. അടുത്ത് ഫയർമാൻ ആണ്. ലെവൽ 2 സാലറി സ്കെയിലാണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെസ്റ്റ് 81.5 എക്സ്പാൻഷൻ 85 ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 50 കിലോഗ്രാം ഭാരം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. സോ അപേക്ഷിക്കാൻ അപേക്ഷിക്കുക. ഓഫർ ലെറ്ററാണ് അപേക്ഷിക്കുന്നത്. എങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് വീഡിയോ ലാസ്റ്റ് കാണിച്ചു തരാം. അത് മാത്രമല്ല നമുക്ക് രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. 14 സെപ്റ്റംബർ മുതൽ 28 ഒക്ടോബർ വരെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ ഒന്നാമത്തെ പോസ്റ്റ് സ്റ്റോർ കീപ്പർ ഗ്രേഡ് 2 ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാം. +2 ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 25 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്തത് എഞ്ചിൻ ഡ്രൈവർ ആണ്. ലെവൽ 4 ആണ് സാലറി സ്കെയിൽ. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ് അപേക്ഷിക്കാം. 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയും കൂടാതെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടത്. എഞ്ചിൻ ഡ്രൈവിംഗിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. അടുത്ത സ്ട്രാങ് ലെസ്കാർ ആണ്. അൺറിസർവ്ഡ് SC ST കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിന് അടിസ്ഥാന യോഗ്യത സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 30 വയസ്സിലാണ് ഏജ് ലിമിറ്റ്. അടുത്തത് മോട്ടോർ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിന് അടിസ്ഥാന യോഗ്യത ഹെവിയും ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്തത് ലെസ്കാർ ഫസ്റ്റ് ക്ലാസ് ആണ്. SC കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് യോഗ്യത. അടിസ്ഥാന യോഗ്യത 3 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഷിപ്പ് അല്ലെങ്കിൽ ക്രാഫ്റ്റിൽ ചോദിക്കുന്നുണ്ട്. 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്തത് MTS ആണ്. ലെവൽ 1 ആണ് സാലറി സ്കെയിൽ. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് ക്വാളിഫിക്കേഷൻ കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഓഫീസ് അസിസ്റ്റന്റ് ആയിട്ടുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. അടുത്ത റിഗർ ആണ്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 10ാം ക്ലാസ് ആണ് അടിസ്ഥാന ക്വാളിഫിക്കേഷൻ കൂടാതെ അപ്രന്റീസ്ഷിപ്പ് ഒന്നെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുക അതല്ലെങ്കിൽ ITI ചെയ്തവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. സോ അപേക്ഷ അയക്കുമ്പോൾ ആവശ്യമായ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് റിട്ടൺ എക്സാമിനേഷൻ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ നോട്ടിഫിക്കേഷൻ രണ്ടെണ്ണം എങ്ങനെ നമുക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ച് നോക്കാം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കുള്ള സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആ ലിങ്ക് വഴി കയറുമ്പോൾ ജസ്റ്റ് മുകളിലേക്ക് സ്ക്രോൾ ചെയ്താൽ മതി. അവിടെ രണ്ടാമത്തെ നോട്ടിഫിക്കേഷനും മൂന്നാമത്തെ നോട്ടിഫിക്കേഷനുമാണ്. സിവിലിയൻ പോസ്റ്റ് അണ്ടർ RHQ NE 803 KB ഒന്നും രണ്ടാമത്തത് 241 KB 2 നോട്ടിഫിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ആകുന്നതാണ്. എന്നിട്ട് ഫില്ലപ്പ് ചെയ്ത് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അപേക്ഷിക്കുക. സോ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോയിൻ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. താങ്ക്സ് വീഡിയോ. വന്ദേ മാതരം.